കിസാൻ ജനത കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു. കണ്ണൂർ ചേംബർ ഹാളിൽ സംഘടിപ്പിച്ച സംഗമം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കിസാൻ ജനത കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ കർഷക സംഗമം സംഘടിപ്പിച്ചത്. കണ്ണൂർ ചേംബർ ഹാളിൽ സംഘടിപ്പിച്ച സംഗമം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് ഒത്താശ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയം കാരണം രാജ്യത്ത് കർഷക ജനതയുടെ ജീവിതം ദുരിതപൂർണ്ണമാവുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ 100 അതിസമ്പന്നരുടെ ആകെ സ്വത്ത് 54.12 ലക്ഷം കോടിയാണ്. ഏറ്റവും ഉന്നതനായ 10 പേരുടെ സ്വത്ത് 77.52 ലക്ഷം. ഞാൻ ഭരണഘടനയിൽ എഴുതി വെച്ച് ഭരണഘടന ഇന്നലെ ചർച്ച ചെയ്തു പാർലമെന്റിൽ. ഭരണഘടനയുടെ മറ്റ് വശങ്ങൾ ഭരണഘടന നീ ചെയ്തു ഞാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇതാരും ചർച്ച ചെയ്തേയില്ല. സോഷ്യലിസം ഭരണഘടനയിൽ എഴുതിയ രാജ്യത്ത് സമത്വം എഴുതി വെച്ച് ഭരണഘടന എഴുതിയത് സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ആരും പറയുന്നേയില്ല. കോർപ്പറേറ്റ് നികുതി 30% നിന്ന് 22% കുറച്ചു. സമ്പന്നന്മാരുടെ നമ്മളുടെ 4% നിന്ന് 7% കൃഷിക്കാരുടെ പലിശ. അപ്പൊ അവർക്ക് കുറച്ചു കൊടുത്ത എത്രയാണ്? 1.84 ലക്ഷം കോടി കുറവുണ്ടാക്കി. അതിസമ്പന്നർക്ക് മാത്രം 5% നികത്തിയാൽ കൊഴിഞ്ഞുപോയ മുഴുവൻ കുട്ടികളെയും സ്കൂളിൽ തിരിച്ചെത്തിക്കാനുള്ള പണം കിട്ടും. 2017 മുതൽ 2021 വരെയുള്ള കാലയളവിൽ അദാനിയുടെ സാമ്പത്തിക നേട്ടങ്ങൾ കൃത്യമായി നികത്തി ചുമത്തിയാൽ 1.78 ലക്ഷം കോടി കിട്ടും. ഇവിടെ ആരാ പറയണം? ഇവിടെ മീഡിയ പറയില്ല. മീഡിയ പറയില്ല, കർഷക സംഘടനകൾ പറയില്ല, കൃഷിക്കാരൻ പറയില്ല. ഇതിനെ കുറിച്ചിട്ട് ഒരു വികാരം ആർക്കും കൊള്ളുന്നില്ല. ഇത് ഉണ്ടെങ്കിൽ ഒരു വർഷം 50 ലക്ഷം പ്രൈമറി സ്കൂൾക്ക് അധ്യാപകന്മാരുടെ ശമ്പളം നൽകാനുള്ള പണമുണ്ട് ഈ നികുതി ഇളവ് കൊടുത്തത് മാത്രം. കിസാൻ ജനത ജില്ലാ പ്രസിഡന്റ് കെ ടി മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു. ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. രാകേഷ് മന്തമ്പേത്ത, വെള്ളോറ നാരായണൻ, കെ മനോജ്, ടി ഭാസ്കരൻ, സുഭാഷ് അയ്യോത്ത തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ സംഗമത്തിൽ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.